ഇപ്പം ഇത് ഈ സംഭവം കണ്ടില്ലേ, ഇത് ജിംബലാണ്. നമ്മുടെ ഇൻസ്റ്റാ 360 ഫ്ലോ പ്രോ എന്ന് പറഞ്ഞൊരു മോഡലാണ്. റീസെൻ്റ്ലി ലോഞ്ച് ആയിട്ടുള്ളൊരു മോഡലാണ്. ഒത്തിരി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉപയോഗിച്ചതിന് ശേഷമുള്ളൊരു റിവ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ട് ഉപയോഗിക്കാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല രസമുള്ളൊരു മോഡൽ. ഈ ജിംബൽ എന്ന് പറയുന്നൊരു സംഭവം പൊതുവെ പറഞ്ഞു കേട്ടതാണ്. കോഴിയുടെ തല കണ്ടിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ആ ഒരു തലയുടെ വർക്കിംഗ് കണ്ടിട്ട് ഇൻസ്പിറേഷനായിട്ട് ഉണ്ടാക്കിയൊരു പ്രൊഡക്റ്റാണ് ഗിംബൽ എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. എനിക്ക് അറിയില്ല കൃത്യമായിട്ട്. അതായത് കോഴിയുടെ കാലെ പിടിച്ച് എങ്ങനെ കാണിച്ചാലും തല മാത്രം സെൻറ്ററായിട്ട് നിൽക്കും, ബാക്കി ഭാഗങ്ങളെല്ലാം മുന്നോട്ട് പോകും. അതുപോലെ തന്നെയാണ് ഈ ജിംബൽ. ഹായ്, നമ്മുടെ ട്രൈപോഡിന്റെ 2ാം പാർട്ട് വീഡിയോ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനം മേടിച്ചിട്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തൊരു പ്രശ്നങ്ങളിൽ പെട്ട് നമ്മളിങ്ങനെ പെൻഡിങ്ങിൽ ഇട്ടേക്കരുത്. കാരണം വേറെ നല്ലത് വല്ലതും തിരിച്ചു പിടിച്ച് ഒടിച്ചു കളഞ്ഞാലോ എന്നുള്ളതാണ്. ലാസ്റ്റ് പിന്നെ ഞങ്ങൾ ബുക്ക്ലെറ്റൊക്കെ വായിച്ച് ഏകദേശം ഒരു ധാരണയൊക്കെ ആക്കി. കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി പെർഫോമൻസ് ആട്ടോ, അത് രക്ഷയില്ല. കാര്യം ഇതിൻ്റെ AI ട്രാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. അതിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഇതാണ് നമ്മുടെ AI ട്രാക്കിംഗ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കറക്റ്റ് ഒരു ഒബ്ജക്റ്റീവ് കറക്റ്റായിട്ട് ട്രാക്ക് ആകുന്നതാണ്. അപ്പം ഞാൻ ഇതിപ്പം ജസ്റ്റ് ഒന്ന് താഴത്തേക്കൊന്ന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എൻ്റെ താഴെ വരും. കണ്ട, ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. ഇനി ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നോക്കി കറക്റ്റായിട്ടത് മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഇത്രയും ലോങ്ങിൽ കിട്ടുന്നുണ്ട്. നേരെ ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാലും അതിന് ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റാണ്. അപ്പോൾ നമുക്കത് ഒരു 360 ലെവലിൽ നമുക്കിതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. എന്താ ഇനി ഇങ്ങനെ മേളിലേക്ക് ഞാൻ വരുവാണെന്നുണ്ടെങ്കിൽ അവൻ എനിക്കനുസരിച്ചിട്ട് ആ ലെവലിൽ പൊങ്ങി വരും. പിന്നെ താഴത്തേക്ക് എന്താ ഇത്രയും ലോങ്ങിൽ നിന്ന് വരെ സാധനം ഫുള്ള് ട്രാക്കിംഗ് ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് ഏകദേശം ഒരു 10-15ഓളം അടിയുണ്ട് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഇത്രയും ലെവലിൽ വരെ നമ്മുടെ ഫുള്ള് ട്രാക്കിംഗ് ആണിത്. ഈ ഒരു ജിംബിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ക്യാരി ചെയ്യാം കേട്ടോ. കണ്ട് ഇതുപോലെ ചെറിയൊരു പോക്കറ്റിനകത്ത് ഇതേ ഇത്രയുള്ള പരിപാടി സിമ്പിളായിട്ട് കൊണ്ടുനടക്കാം. ഒരു ശല്യമില്ല, ഒരു ഫോൺ കിടക്കുന്ന സ്പേസിൽ ഇത് കിടന്നോളും. സിമ്പിൾ നമുക്ക്. പിന്നെ അതുപോലെ ഇത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിതിപ്പോൾ ഇവിടെ ഇതിൻ്റെ സൈഡിൽ മാർക്കിംഗ് ഉണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ പിടിക്കാണ്ടില്ലേ, ഇത് ഓണായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സംഭവം ഓണായി കഴിഞ്ഞാൽ നമ്മുടെ ഐഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ജസ്റ്റ് ഫോൺ കൊണ്ടൊന്ന് ടാപ്പ് ചെയ്താൽ മതി. ഈ ജിംബലും ഈ ഒരു ഐഫോണുമായിട്ട് മെർജിങ് ആവും. അപ്പോൾ കറക്റ്റ് നമുക്ക് നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചിട്ട് അത് കറക്റ്റായിട്ട് വരും. പിന്നെ ഈ ഒരു ഫോൺ ക്ലാമ്പ് ഉണ്ട്. ഈ ഫോൺ ക്ലാമ്പ് നമ്മൾ ശരിക്കും ഈ ഇൻസ്റ്റാ 360 ഇരിക്കണം മേളിലേക്ക് തന്നെ ആയിട്ട് വേണം വെക്കാനായിട്ട്. അതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആപ്പിളിൻ്റെ ഭാഗത്ത് വരാൻ ശ്രദ്ധിക്കുക. അതാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ബാലൻസിങ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഏത് ഫോണായാലും കറക്റ്റ് ബാലൻസിങ്ങിൽ വെക്കണമെങ്കിൽ ഇതിനകത്ത് ഇത് വെക്കണം. ഇത് നേരെ ജസ്റ്റ് ഇങ്ങനെ ഇതിനെ ഹോൾഡ് ചെയ്തു. ഇനി ഇതിനകത്തുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ആംബിയൻസ് ലൈറ്റ് കത്തും. അത് നമുക്ക് ട്രാക്കിംഗ് ആണെങ്കിൽ മാത്രമേ ആംബിയൻസ് ലൈറ്റ് കത്തുള്ളൂ. അത് ഐഫോണിനകത്ത് വീഡിയോയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, സിനിമാറ്റിക്കിൽ വർക്ക് ചെയ്യില്ല, ഫോട്ടോയിലും വർക്ക് ചെയ്യില്ല, വീഡിയോയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. എന്തായാലും സംഭവം ഇത് കണ്ടില്ലേ. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഫോൺ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കണേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ട്രിഗർ ഉണ്ട്. ഈ ട്രിഗറിനകത്ത് 3 ഓപ്ഷനാണുള്ളത്. അതായത് ഒരു പ്രാവശ്യം നെക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ആംബിയൻസ് ലൈറ്റ് കത്തും. ഇപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ ഓണായി. ഇനി ഒരു പ്രാവശ്യം നെക്കി കഴിയുമ്പോഴത്തേക്കും ഇത് ഫോൺ വെച്ചാൽ മാത്രമേ ആംബിയൻസ് ലൈറ്റ് കറക്റ്റ് കത്തുള്ളൂ. അതായത് ഇതിനകത്ത് ഫസ്റ്റ് പ്രാവശ്യം നിൽക്കുമ്പോൾ ആംബിയൻസ് ലൈറ്റ് കത്തും. രണ്ട് പ്രാവശ്യം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഫോൺ കറക്റ്റ് ലെവലിൽ വരും. അതായത് നമ്മൾ നോർമലിൽ വെക്കുന്ന ആ ഒരു ലെവലിൽ വരും. 3 പ്രാവശ്യം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 പ്രാവശ്യം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്ഷൻ തിരിയും. അതായത് ഫ്രണ്ട് ക്യാമറ അല്ലെങ്കിൽ ബാക്ക് ക്യാമറ അങ്ങനെ ഉപയോഗിക്കാണ്ട് 3 പ്രാവശ്യം നോക്കി കഴിഞ്ഞാൽ ആ ഡയറക്ഷൻ തിരിയും. ഇനി അതല്ല നമുക്ക് ജസ്റ്റ് ഈ 1 ടാപ്പും 2 ടാപ്പും 3 ടാപ്പും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ജിംബിൾ സ്റ്റഡി ആയി ഉണ്ടായി. ഇനി എങ്ങോട്ടും മൂവ് ചെയ്യത്തില്ല. ഈ സ്റ്റഡി ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്. ഇത് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് ജിംബിൾ സൈഡിലേക്ക് മൂവ് ചെയ്യും. പിന്നെ അതുകൂടാതെ ഭാഗത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റെഡ് ബട്ടൺ കാണുന്നില്ലേ? ഈ ഒരു റെഡ് ബട്ടൺ കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫോണിൽ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് നെക്കി കഴിഞ്ഞാൽ അത് പ്ലേ ആക്കാൻ പറ്റും. ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ എടുക്കാം, വീഡിയോ ആണെങ്കിൽ പ്ലേ ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഡബിൾ ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പൊസിഷൻ ഫോണിൻ്റെ നേരെ ലാൻഡ്സ്കേപ്പിൽ എടുക്കുന്ന രീതിയിലും എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് മോഡൽ അങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനുള്ളതാണ്. ഇതുണ്ടല്ലേ, ആ പൊസിഷൻ ചേഞ്ച് ആകുന്നുണ്ട്. ഇത് 2 ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഇത് ഓഫ് ചെയ്യുന്ന ബട്ടണാണ്.
പിന്നെ ഈ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത് ജോയ്സ്റ്റിക്കാണ്. നമുക്ക് ഈ ഒരു ഫോൺ വെച്ചിരിക്കുന്ന പൊസിഷൻ മേളിലേക്കോ സൈഡിലേക്കോ ഒക്കെ തിരിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജോയ്സ്റ്റിക്ക് വരുന്നത്. ഇതെന്താ ഇപ്പം ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തതിൻ്റെ കാര്യത്തിൽ ഫോൺ ഇതിനകത്ത് വരണം. കാരണം നമ്മുടെ ഫോണിനകത്ത് മെർജൊക്കെ ചെയ്യുക. അപ്പോൾ അത് വന്നാൽ മാത്രമേ അവൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യില്ല. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഇൻഡിക്കേഷൻ ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർജിങ് കുത്തി കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഒരു 1 by 1 ആയിട്ട് കത്തിക്കൊണ്ടിരിക്കും. ചാർജിങ്ങിൻ്റെ പോർട്ടാണ് ഈ കാണുന്നത്, ചാർജിങ്ങിൻ്റെ പോർട്ടാണ്. പിന്നെ അതുകൂടാതെ ജിംബലിൻ്റെ ഈ ഒരു കൈയുടെ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ചാർജിങ് പോർട്ട് കൂടെ ഉണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് ചാർജ് ചെയ്യാനുള്ള പോർട്ടല്ല. ആക്ച്വലി ഇത് നമ്മൾ ഫോൺ വെച്ചതിന് ശേഷം ഫോണിന് ചാർജ് കുറയുവാണെന്നുണ്ടെങ്കിൽ ഇതുമേന്ന് സി എടുത്തിട്ട് നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ജിംബൽ നമുക്ക് ജസ്റ്റ് വലിച്ച് നീട്ടാം. ഒരു ഉണ്ടല്ലേ, ഇങ്ങനെ വലിച്ച് നീട്ടാം. ഇങ്ങനെ വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ സെൽഫി സ്റ്റിക്ക് പോലെ നമുക്ക് ഉപയോഗിക്കാം. വേണ്ട, സെൽഫി സ്റ്റിക്ക് പോലെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഈ ഒരു ലെവലിൽ നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ട് പിടിച്ച് ഉപയോഗിക്കാം. ഇങ്ങനെ വലിച്ച് നീട്ടാൻ പറ്റും. ഏകദേശം ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഒരു 25 സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ടാവുമായിരിക്കും. അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, ഒരുപാട് ഉണ്ടാവില്ല. ഇതുണ്ടല്ലേ, ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുത്തിട്ട് പോകാം. അപ്പോൾ ഒരു സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം. അതിനാണ് ഈ ഒരു ബട്ടൺ ഭാഗങ്ങളെല്ലാം ഈ സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ചുരുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു ട്രൈപോഡിൻ്റെ മുകളിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേദേശത്ത് കണ്ടില്ലേ, ഇങ്ങനെ വലിച്ചിട്ട് നേരെ ഈ 3 കാല് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ട്രൈപോഡായിട്ട് എവിടെയെങ്കിലും ഏതിൻ്റെയെങ്കിലും ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒരു ട്രാക്കിംഗ് മോഡ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് എയർ ട്രാക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു സെൻട്രൽ റൂമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂമിൻ്റെ ഫുള്ള് കിടന്ന് കറങ്ങിയാൽ നമ്മുടെ പുറകെ ഇവൻ കറങ്ങി വരും. പിന്നെ ഇത് ഇനിയിപ്പം ഇങ്ങനത്തെ ഒരു ട്രൈപോഡല്ല വേണ്ടത്. നിങ്ങൾക്ക് നോർമൽ ഒരു ട്രൈപോഡിനകത്തേക്കാണ് നിങ്ങൾക്ക് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. സാധാരണ വലിയ കാലുള്ള ട്രൈപോഡിനകത്തേക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ എൻ്റെ ഫിറ്റ് ചെയ്യാനുള്ള ഹോളും കൂടി ഉണ്ട്. അത് വെച്ചിട്ട് ചെയ്യാം. എന്തായാലും ഓൾമോസ്റ്റ് നല്ല അടിപൊളിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഉപയോഗിച്ചിട്ട് നല്ല റെസ്പോൺസാണ്. ആദ്യമായിട്ടാണ് ജിംബിൽ ഉപയോഗിക്കണമെങ്കിലും നല്ല റെസ്പോൺസാണ്.